ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്താണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ്, ആൻ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ദ ഗ്രോത്ത് അച്ചീവബിൾ ഫോർ എ ബിസിനസ് വിത്തൗട്ട് ഒബ്റ്റെയിനിങ് ദ ഔട്ട്സൈഡ് ഫിനാൻസിങ്. ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ആണ് നോക്കുന്നത്. നമ്മുടെ ബിസിനസ് എന്താണ്, ഔട്ട്സൈഡ് ഫിനാൻസ്, അതായത് എക്സ്റ്റേണൽ ഫിനാൻസ് യൂസ് ചെയ്യാതെ എത്രത്തോളം നമ്മുടെ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിൽ നോക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്, വിത്തൗട്ട് യൂസിങ് ദ ഒബ്റ്റെയിനിങ് ഔട്ട്സോഴ്സിങ് ഫിനാൻസ്. നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻസ് യൂസ് ചെയ്യാതെ, ഇതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഫിനാൻസ് ആണ്, അല്ലേ? ഇൻറ്റേർണൽ ഫിനാൻസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അപ്പം ബൈ യൂസിങ് ഓൺലി ദ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്, അതാണ് അത് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് IGR എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അതായത് ഇതിന് എത്രത്തോളം ഫണ്ട് ചെയ്യാൻ കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കുക നെക്സ്റ്റ്. എ ഫേംസ് മാക്സിമം ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് ഇസ് ദ ലെവൽ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ കണ്ടിന്യൂ ടു ഫണ്ട് ആൻഡ് ഗ്രോ ദ കമ്പനി. ഒരു ബിസിനസ്സിന് എത്രമാത്രം ഫണ്ട് ചെയ്യാൻ പറ്റും, അതായത് അതിൻ്റെ ഓപ്പറേഷനിൽ, അത് ഏത് ഓപ്പറേഷനിലായിക്കോട്ടെ, ആ ഒരു ഓപ്പറേഷന് ഏറ്റവും ഹൈ ലെവലിൽ നമ്മൾക്ക് എത്ര വരെ നമുക്കതിന് ഫണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിലൂടെ പറയുന്നത്. പിന്നെ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നത്, ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ആഡിങ് ന്യൂ പ്രൊഡക്ട്സ്. നമ്മുടെ ഇതിലേക്ക് പുതിയ പ്രൊഡക്ട്സിനെ ആഡ് ചെയ്യാം, പ്രൊഡക്റ്റ് ലൈൻസുകൾ ആഡ് ചെയ്യാം. ദെൻ എക്സിസ്റ്റിംഗ് വൺസിനെ പിന്നെ എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. പഴയതിൽ പിന്നെ എന്തെങ്കിലും എക്സ്പാൻഷൻ വരുത്തിക്കൊണ്ട്, അതിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് നമുക്ക് ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നമ്മുടെ ക്യാപിറ്റലുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതായത് ക്യാപിറ്റലുമായിട്ട് യാതൊരു ബന്ധവും എന്തിനുണ്ടാവില്ല, ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിനുണ്ടാവില്ല. പക്ഷേ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്പറേഷനുമായിട്ടാണ് ഇൻറ്റേർണൽ ഗ്രോത്തിന് ബന്ധം ഉണ്ടാവുക. ഓക്കെ, ഇൻറ്റേർണൽ ഗ്രോത്ത് ഓപ്പറേഷൻ, ഓർഗനൈസേഷനിലെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിന് ബന്ധം ഉണ്ടാവുക. ഓക്കെ, അപ്പം നോക്കാം. ഇഫ് എ ബിസിനസ് ക്യാൻ യൂസ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് റിസോഴ്സസ് മോർ എഫിഷ്യൻ്റ്ലി ദ ഫേം ക്യാൻ ജനറേറ്റ് ഇൻറ്റേർണൽ ഗ്രോത്ത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് അവർ നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിലായിട്ട് അതായത് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആയിരിക്കും ഇൻറ്റേർണൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അച്ചീവ് ചെയ്യുക എങ്ങനെ, വിതൗട്ട് യൂസിങ് ദി ഔട്ട്സൈഡ് ഫിനാൻസ്. ഔട്ട്സൈഡ് ഫിനാൻസ് യൂസ് ചെയ്യാതെ ഇൻറ്റേർണൽ ഫിനാൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓർഗനൈസേഷനിൽ പുതിയ പ്രൊഡക്റ്റ് ലൈനുകൾ ആഡ് ചെയ്യാനും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈൻസിലൊക്കെ ചേഞ്ച് വരുത്താനൊക്കെ നമുക്ക് പറ്റും. പിന്നെ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇൻറ്റേർണൽ ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റിൻ്റെ ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ വി ഗോയിങ് ടു കാൽക്കുലേഷൻ ഓഫ് ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ്. IGR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ IGR കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ROA ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ 1 - റിട്ടൻഷൻ ROA, അതായത് റിട്ടേൺ ഓൺ അസെറ്റ് ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ROA എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ അസെറ്റ് ആണ്, അസെറ്റിൽ നിന്നുണ്ടാവുന്ന റിട്ടേൺ ഓൺ അസെറ്റ് ആണ്. അപ്പോൾ റിട്ടേൺ ഓൺ അസെറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് എളുപ്പമാണ്. നെറ്റ് പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ഇൻകത്തിനെ നമ്മൾ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ അസെറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക്
എന്താണ് റിട്ടേൺ ഓൺ അസറ്റ് കിട്ടുന്നത്. ഇനി ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ്, അതായത് നമുക്ക് ഇതെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ്, നെറ്റ് പ്രോഫിറ്റ് എന്നും ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഡയറക്റ്റ്ലി തരില്ല, ജസ്റ്റ് റേഷ്യോസ് മാത്രമാണ് തരിക. അതായത് പ്രോഫിറ്റ് മാർജിൻ എത്രയെന്നും ടോട്ടൽ അസറ്റ് ടേൺ ഓവർ എത്രയെന്നൊക്കെ ആയിരിക്കും തരാം. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഇക്വേഷൻ ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യാറ്. അതായത് ROA ഈക്വൽ ടു പ്രോഫിറ്റ് മാർജിൻ ഇൻറ്റു ടോട്ടൽ അസറ്റ് ടേൺ ഓവർ, ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് അവിടെ കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ 2 ഇക്വേഷനും പഠിച്ചു വെക്കണം. പിന്നെ റിട്ടൻഷൻ റേഷ്യോ ആണ് RRR. റിട്ടൻഷൻ റേഷ്യോ ആണ്. റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1 - ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് റിട്ടൻഷൻ റേഷ്യോസ് ഡയറക്റ്റ് തരും, ചിലതിൽ നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 50% എന്നൊക്കെ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 1 എന്നും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റിട്ടൻഷൻ റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എ കമ്പനി ഹാസ് എ നീറ്റ് ഇൻകം ₹5 lakh ആൻഡ് ടോട്ടൽ അസറ്റ് ഈസ് 10 lakh. റിട്ടൻഷൻ റേഷ്യോ ഈസ് 0.50. ദെൻ ഫൈൻഡ് IGR. അപ്പോൾ നമ്മൾക്കറിയാം എന്താണ് റിട്ടൻഷൻ റേഷ്യോൻ്റെ ഇക്വേഷൻ അറിയാം, IGRൻ്റെ ഇക്വേഷൻ അറിയാം. IGR ഈക്വൽസ് ടു എന്താണ്, ROA ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ 1 - ROA ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം, ROA വേണം, ദെൻ RR വേണം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ROA ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ROAൻ്റെ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, നെറ്റ് ഇൻകം തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്, അതേപോലെ ടോട്ടൽ അസറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആയിട്ടുള്ള ROAൻ്റെ ഇക്വേഷൻ എന്താണ്, ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഇതാണ് നമ്മുടെ ROAൻ്റെ ഇക്വേഷൻ. അപ്പോൾ മൊത്തം എത്രയാണ്, നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് നമുക്ക് 5 lakh ആണ്. 5 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എത്രയാണ്, 10 lakh. അപ്പോൾ ROA നമുക്ക് എത്ര കിട്ടും, 0.5 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ROA കിട്ടുന്നത്. പിന്നെ അപ്പോൾ 0.5 നമുക്ക് ROA കിട്ടി. ദെൻ റിട്ടൻഷൻ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 0.5 തന്നിട്ടുണ്ട്. ആ 0.5 തന്നെയാണ് റിട്ടൻഷൻ റേഷ്യോ ആയിട്ട് കിട്ടുക. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് നമ്മളിതിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ് ചെയ്യുക. വേറെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, IGR ഈക്വൽസ് ടു ROA എത്രയാണ്, 0.5 ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ 0.5 ആണ്, ഡിവൈഡഡ് ബൈ 1 - 0.5 ഇൻറ്റു 0.5 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പം എന്താണ്, 0.25 ഡിവൈഡഡ് ബൈ 0.75. ഓക്കെ, ദെൻ റിട്ടൻഷൻ റേഷ്യോ നമുക്ക് എത്ര കിട്ടും, 0.333% കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടൻഷൻ റേഷ്യോ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം എല്ലാവരും എന്ത് ചെയ്യുക, നോക്കുക, എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒന്നുകൂടി വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വേറൊരു പ്രോബ്ലമാണ്. എങ്ങനെയാണ് IRRൻ്റെ മറ്റൊരു ഇതേപോലുള്ളൊരു സിമ്പിൾ പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ROA തന്നിട്ടുണ്ട്, 8.3% ആണ് ROA തന്നിട്ടുള്ളത്. ദെൻ DPS തന്നിട്ടുണ്ട് 40%.
അപ്പോൾ ഇതിന്ന് നമ്മൾ IGR കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ IGRൻ്റെ ഇക്വേഷനാണ് എഴുതേണ്ടത്. IGR ഈക്വൽസ് ടു എന്താണ്, ROA ഇൻറ്റു RR റിട്ടൻഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ 1 മൈനസ് ROA ഇൻറ്റു RR. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷേ ഇതിൽ നമുക്ക് എന്തൊക്കെ വേണം? ROA ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ROA നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് ROA കണ്ടുപിടിക്കണ്ട. പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടില്ല? റിട്ടൻഷൻ റേഷ്യോ തന്നിട്ടില്ല. അപ്പോൾ റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? RRR ഈസ് ഈക്വൽ ടു 1 മൈനസ് DPS ആണ്. അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ് എന്ത്? RRR എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? DPS തന്നിട്ടുണ്ട് അല്ലേ? DPS തന്നിട്ടുണ്ട്. എത്രയായിരിക്കും DPS? 40% ആണ്. 40% ആണ് എന്ത് DPS തന്നിട്ടുള്ളത്. അത് നമ്മൾ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 0.4 ആയി മാറും. അപ്പം നമുക്ക് RRR കണ്ടുപിടിക്കാം. RRR ഈക്വൽ ടു 1 മൈനസ് 0.4 ഈക്വൽ ടു എത്രയാണ്? 0.6. 0.6 ആയിരിക്കും നമ്മുടെ എന്ത്, നമ്മുടെ എന്താണ് RRR എന്ന് പറയുന്നത് അല്ലേ? 0.4 മൈനസ് ചെയ്താൽ 0.6 ആയിരിക്കും നമ്മുടെ RRR. ഇനി നമുക്ക് യാതൊന്നും കണ്ടുപിടിക്കാനില്ല, നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പം IGR ഈക്വൽസ് ടു ROA എന്താണ്? ROA എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 8.3 ആണ്. 8.3%. 8.3% എന്ന് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജ് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.083 അല്ലേ? 0.083 ആണ് കിട്ടുക. 83 ഇൻറ്റു RR തന്നിട്ടുണ്ട്. RR 0.6 ആണ്. ഡിവൈഡഡ് ബൈ 1 മൈനസ് എത്ര? 0.083 ഇൻറ്റു 0.6. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് 0.083 ഇൻറ്റു 0.6 ഈക്വൽ ടു എത്രയാണ്? 0.0498 ആണ് വരിക. 8 ഡിവൈഡഡ് ബൈ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇത് തന്നെയാണ് സെയിം. ഇതിന്ന് 1 ഇത് കുറച്ചാൽ 0.9502 വരും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് IGR കിട്ടും 0.0524. ഇതായിരിക്കും നമ്മുടെ എന്ത് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ എന്ത് IGR വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ IGR ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അകത്തുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ എന്ത് ചെയ്യാണ്? ഗ്രോത്ത് അച്ചീവബിൾ ചെയ്യാൻ നോക്കുന്നതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയാം. അപ്പം നമ്മളിത് ചെയ്യുമ്പം ഇൻറ്റേർണൽ ഫിനാൻസിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന റിസോഴ്സസിനെ മാക്സിമം വൃത്തിയിൽ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ നോക്കി. ROA കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡയറക്റ്റ് തരുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസിൽ അതായത് ആൾട്ടർനേറ്റീവ് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. അത് ഇങ്ങനെ തരുകയാണെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ ടേൺ ഓവർ റേഷ്യോസ് ആയിട്ട് തരുകയാണെങ്കിലാണ് നമ്മൾ ROAൻ്റെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് വേണ്ട പോലെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ തരുകയാണെങ്കിൽ നമ്മളത് 1 കുറച്ചിട്ട് വേണം റിട്ടൻഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ. ദെൻ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു, നെക്സ്റ്റ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ഒന്നും കൂടി സോൾവ് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ക്ലാസ്സിൽ വേറെ എന്ത് ചെയ്യാം? പ്രോബ്ലംസ് തരാം. അതും വർക്കൗട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ആവും. അപ്പം എന്താണ്, ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, താങ്ക് യു.